കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗാനിക് സംയുക്തങ്ങൾക്ക് എങ്ങനെയാണ് പേര് നൽകുന്നത് എന്ന് പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓർഗാനിക് സംയുക്തങ്ങൾ പങ്കെടുക്കുന്ന ചില പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പ്ലാസ്റ്റിക്കുകൾ, ഇന്ധനങ്ങൾ, പെയിന്റുകൾ തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാകുന്നത് ഇത്തരം രാസപ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഈ അത്ഭുത ലോകത്തേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും റെഡിയല്ലേ? ഇത് SSLC കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമാണ്. നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്ന രാസപ്രവർത്തനങ്ങൾ ഇവയാണ്: സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അഡീഷൻ റിയാക്ഷൻസ്, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, പിന്നെ ജ്വലനം. നമുക്ക് ഓരോന്നായി വിശദമായി നോക്കാം. 1. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അതായത് ആദേശ രാസപ്രവർത്തനങ്ങൾ. നിങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാകും അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് ഒന്നിനു പകരം മറ്റൊന്ന് വരുക. നമുക്ക് മീഥെയ്നും ക്ലോറിനും തമ്മിലുള്ള ഒരു രാസപ്രവർത്തനം നോക്കാം. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. CH4 + Cl2 gives CH3Cl + HCl. ഇവിടെ എന്താണ് സംഭവിച്ചത്? മീഥെയ്നിലെ 4 ഹൈഡ്രജൻ ആറ്റങ്ങളിൽ ഒന്നിനെ ഒരു ക്ലോറിൻ ആറ്റം വന്നു മാറ്റി. ആ സ്ഥാനം ക്ലോറിൻ ഏറ്റെടുത്തു. പുറത്തുപോയ ഹൈഡ്രജൻ ആറ്റം മറ്റേ ക്ലോറിനുമായി ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് അഥവാ HCl ആയി മാറി. അപ്പോൾ എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെയോ ആറ്റം ഗ്രൂപ്പിനെയോ മാറ്റി ആ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ ഗ്രൂപ്പോ വരുന്ന രാസപ്രവർത്തനങ്ങളെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സിമ്പിളല്ലേ? ഈ റിയാക്ഷൻ ഇവിടെ നിൽക്കില്ല. വീണ്ടും ക്ലോറിനുമായി പ്രവർത്തിച്ച് മീഥെയ്നിലെ എല്ലാ ഹൈഡ്രജൻ ആറ്റങ്ങളെയും ഓരോന്നായി ക്ലോറിൻ ആറ്റങ്ങൾ വന്നു മാറ്റും. CH3Cl + Cl2 gives CH2Cl2, അതായത് ഡൈക്ലോറോമീഥെയ്ൻ + HCl. CH2Cl2 + Cl2 gives CHCl3, അഥവാ ട്രൈക്ലോറോമീഥെയ്ൻ അല്ലെങ്കിൽ ക്ലോറോഫോം + HCl. CHCl3 + Cl2 gives CCl4, അഥവാ കാർബൺ ടെട്രാക്ലോറൈഡ് + HCl. ഇതേപോലെ ഈഥെയ്ൻ അഥവാ C2H6 ക്ലോറിനുമായി പ്രവർത്തിച്ചാലും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. 2. അഡീഷൻ റിയാക്ഷൻസ്, അതായത് അഡീഷൻ രാസപ്രവർത്തനങ്ങൾ. ഈ പേര് കേൾക്കുമ്പോഴോ? ആഡ് ചെയ്യുക, അതായത് കൂട്ടിച്ചേർക്കുക. അപൂരിത ഹൈഡ്രോകാർബണുകൾ, അതായത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, അതായത് ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള സംയുക്തങ്ങളാണ് സാധാരണമായി അഡീഷൻ റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഈഥീനും ഹൈഡ്രജനും തമ്മിലുള്ള ഒരു റിയാക്ഷൻ നോക്കാം. നിക്കൽ എന്ന ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഉയർന്ന താപനിലയിലാണ് ഇത് നടക്കുന്നത്. CH2 = CH2 + H2 gives CH3 - CH3. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈഥീനിലെ കാർബൺ-കാർബൺ ദ്വിബന്ധനം പൊട്ടി ഓരോ കാർബണിലേക്കും ഓരോ ഹൈഡ്രജൻ ആറ്റം വീതം വന്ന് ചേർന്നു. അങ്ങനെ ദ്വിബന്ധനമുണ്ടായിരുന്ന അപൂരിത സംയുക്തം ഏകബന്ധനം മാത്രമുള്ള പൂരിത സംയുക്തമായി മാറി. അപ്പോൾ എന്താണ് ഒരു അഡീഷൻ റിയാക്ഷൻ? ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങളിലേക്ക് മറ്റു തന്മാത്രകൾ വന്നു ചേർന്ന് അവ പൂരിത സംയുക്തങ്ങളായി മാറുന്ന രാസപ്രവർത്തനങ്ങളെയാണ് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കാം. CH2 = CH2, ഈഥെയ്ൻ + Cl2 gives CH2Cl - CH2Cl, 1,2 ഡൈക്ലോറോ ഈഥെയ്ൻ. CH∼CH, അഥവാ ഈഥൈൻ + H2 gives CH2 = CH2, അഥവാ ഈഥെയ്ൻ. CH∼CH, അഥവാ ഈഥൈൻ + 2H2 gives CH3 - CH3, അഥവാ ഈഥെയ്ൻ. കണ്ടോ, ത്രിബന്ധനമുള്ള ഈഥൈനിലേക്ക് ഒരു ഹൈഡ്രജൻ തന്മാത്ര ചേർന്നപ്പോൾ അത് ദ്വിബന്ധനമുള്ള ഈഥീനായി. വീണ്ടും ഒരു ഹൈഡ്രജൻ തന്മാത്ര ചേർന്നപ്പോൾ അത് ഏകബന്ധനമുള്ള ഈഥെയ്നായി. കൊള്ളമല്ലേ കെമിസ്ട്രി? 3. പോളിമറൈസേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തരം രാസപ്രവർത്തനത്തെക്കുറിച്ചാണ്. പ്ലാസ്റ്റിക്കുകൾ, PVC പൈപ്പുകൾ, ടെഫ്ലോൺ കോട്ടിംഗ്, റബ്ബർ, ഇതെല്ലാം പോളിമറുകളാണ്. എന്താണ് ഈ പോളിമറൈസേഷൻ? വളരെ സിമ്പിളാണ്.
ചെറുതും ലളിതവുമായ ധാരാളം തന്മാത്രകൾ ഒത്തുചേർന്ന് വളരെ വലുതും സങ്കീർണവുമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ആ ചെറിയ തന്മാത്രകളെ മോണോമറുകൾ എന്നും ഉണ്ടാകുന്ന ആ വലിയ തന്മാത്രയെ പോളിമർ എന്നും വിളിക്കുന്നു. പോളി എന്നാൽ ധാരാളം, മെർ എന്നാൽ ഘടകം. അപ്പോൾ പോളിമർ എന്നാൽ ധാരാളം ഘടകങ്ങൾ ചേർന്നതാണ്. പോളിമറൈസേഷൻ പ്രധാനമായും രണ്ട് തരമുണ്ട്: അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും. നമുക്ക് ആദ്യം അഡീഷൻ പോളിമറൈസേഷൻ എന്താണെന്ന് നോക്കാം. അഡീഷൻ പോളിമറൈസേഷൻ. പേര് സൂചിപ്പിക്കുന്നതുപോലെ മോണോമറുകളുടെ തുടർച്ചയായ അഡീഷൻ റിയാക്ഷൻ വഴിയാണ് ഇവിടെ പോളിമറുകൾ ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പോളിത്തീൻ കവറുകളില്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? ഈഥീൻ എന്ന മോണോമറിൽ നിന്നാണ്. ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ എണ്ണം ഈഥീൻ തന്മാത്രകൾ, അതായത് NCH2=CH2 ഒത്തുചേർന്ന് പോളിത്തീൻ അഥവാ പോളിഈഥീൻ -CH2 -CH2N ആയി മാറുന്നു. ഇവിടെ ഈഥീനിലെ ദ്വിബന്ധനം പൊട്ടിയാണ് തന്മാത്രകൾ ഒരു നീണ്ട ചെയിൻ പോലെ ഒത്തുചേരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അഡീഷൻ പോളിമറാണ് PVC അഥവാ പോളിവിനൈൽ ക്ലോറൈഡ്. നമ്മുടെ വീട്ടിലെ വെള്ള പൈപ്പുകളൊക്കെ PVC കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ മോണോമർ വിനൈൽ ക്ലോറൈഡ് അഥവാ CH2=CHL ആണ്. എണ്ണം വിനൈൽ ക്ലോറൈഡ് തന്മാത്രകൾ ചേർന്ന് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ -CH2 -CHN ഉണ്ടാകുന്നു. നിങ്ങളുടെ വീട്ടിലെ നോൺ സ്റ്റിക് പാത്രങ്ങൾ കണ്ടിട്ടില്ലേ? അതിന്റെ ഉൾവശത്തൊരു കറുത്ത കോട്ടിംഗില്ലേ? അത് ടെഫ്ലോൺ ആണ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു പോളിമറാണിത്. ടെട്രാഫ്ലൂറോ ഈഥീൻ അഥവാ CF2=CF2 എന്ന മോണോമറിൽ നിന്നാണ് ടെഫ്ലോൺ ഉണ്ടാകുന്നത്. അപ്പോൾ പോളിത്തീൻ, PVC, ടെഫ്ലോൺ ഇവയെല്ലാം അഡീഷൻ പോളിമറുകളാണ്. നമ്മുടെ വാഹനങ്ങളുടെ ടയറുകൾ ഉണ്ടാക്കുന്ന പ്രകൃതിദത്ത റബ്ബർ അഥവാ നാച്ചുറൽ റബ്ബറും ഒരു അഡീഷൻ പോളിമറാണ്. അതിന്റെ മോണോമർ ഐസോപ്രീനാണ്. അഡീഷൻ പോളിമറൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ തരം പോളിമറൈസേഷൻ നോക്കാം. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? വ്യത്യസ്തങ്ങളായ മോണോമറുകൾ ഒത്തുചേരുമ്പോൾ ജലം അഥവാ H2O പോലുള്ള ചെറിയ തന്മാത്രകൾ നഷ്ടപ്പെട്ടുകൊണ്ടാണ് വലിയ പോളിമർ ഉണ്ടാകുന്നത്. ചെറിയ തന്മാത്രകൾ നഷ്ടപ്പെടുന്നതിലൂടെ മോണോമറുകൾ കൂടിച്ചേർന്ന് പോളിമർ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. നൈലോൺ 6,6 ഇതിനൊരു നല്ല ഉദാഹരണമാണ്. നമ്മുടെ വസ്ത്രങ്ങൾ, ചീപ്പുകൾ, ബ്രഷിന്റെ നാരുകൾ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ നൈലോൺ ഉപയോഗിക്കാറുണ്ട്. അഡിപ്പിക് ആസിഡ്, ഹെക്സാമെഥിലീൻ ഡയാമീൻ എന്നീ രണ്ട് വ്യത്യസ്ത മോണോമറുകൾ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും കൂടിച്ചേരുമ്പോഴാണ് നൈലോൺ 6,6 ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനത്തിൽ ജലതന്മാത്ര H2O പുറത്തുപോകുന്നു. നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറിന്റെയും സ്വിച്ചുകളുടെയൊക്കെ കറുത്ത പിടി കണ്ടിട്ടില്ലേ? അത് ബേക്കലൈറ്റ് എന്നൊരു പോളിമറാണ്. ഫീനോൾ, ഫോർമാൽഡിഹൈഡ് എന്നീ മോണോമറുകൾ കണ്ടൻസേഷൻ പോളിമറൈസേഷനിലൂടെ കൂടിച്ചേർന്നാണ് ബേക്കലൈറ്റ് ഉണ്ടാകുന്നത്. ഇതുപോലെ പോളിയസ്റ്റർ എന്ന പോളിമറും ഒരു കണ്ടൻസേഷൻ പോളിമറാണ്. ടാർപോളിൻ ഷീറ്റുകൾ, കുപ്പികൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാക്കാൻ ഇതുപയോഗിക്കുന്നു. എഥിലീൻ ഗ്ലൈക്കോളും ടെറിഫ്താലിക് ആസിഡുമാണ് ഇതിന്റെ മോണോമറുകൾ. 4. തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ പൊട്ടുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ലേ? അതെ, ഇവിടെ വലിയ തന്മാത്രകളെ ചൂടാക്കി ചെറിയ തന്മാത്രകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വായുവിന്റെ അഭാവത്തിൽ ഉയർന്ന തന്മാത്രാഭാരമുള്ള ഹൈഡ്രോ കാർബണുകളെ ചൂടാക്കി കുറഞ്ഞ തന്മാത്രാഭാരമുള്ള ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് തെർമൽ ക്രാക്കിംഗ്. ഉദാഹരണത്തിന് പ്രൊപ്പെയിൻ CH3CH2CH3 ചൂടാക്കുമ്പോൾ അത് മീഥേൻ CH4, എഥീൻ CH2 ഡബിൾ ബോണ്ട് CH2 എന്നീ ചെറിയ തന്മാത്രകളായി വിഘടിക്കുന്നു. ഒരു പൂരിൽ ഹൈഡ്രോകാർബൺ തെർമൽ ക്രാക്കിങ്ങിന് വിധേയമാകുമ്പോൾ പൂരിതവും അപൂരിതവുമായ ഹൈഡ്രോകാർബണുകൾ ഉൽപ്പന്നങ്ങളായി ലഭിക്കും. ചിലതരം പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഇങ്ങനെ തെർമൽ ക്രാക്കിംഗ് വഴി ചെറിയ തന്മാത്രകളാക്കി വിഘടിപ്പിക്കാൻ സാധിക്കും. ഇത് മലിനീകരണം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കും. നല്ലൊരു കാര്യമല്ലേ ഇത്? 5. ഹൈഡ്രോകാർബണുകളുടെ ജ്വലനം അഥവാ കമ്പസ്റ്റൻ. നമ്മുടെ വീട്ടിൽ പാചകത്തിനുപയോഗിക്കുന്ന LPG ഗ്യാസ് കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
അത് വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പദാർത്ഥം വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതിനെയാണ് ജ്വലനം അഥവാ കത്തൽ എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ അവ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡും ജലവും കൂടെ താപവും പ്രകാശവും ഉണ്ടാകുന്നു. ഈ പ്രക്രിയയാണ് കമ്പസ്റ്റൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മീഥെയ്ൻ കത്തുമ്പോൾ CH4+2O2 gives CO2+2H2O plus heat. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ചില ഓർഗാനിക് സംയുക്തങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് മെഥനോൾ, അതായത് CH3OH. ഇതിനെ വുഡ് സ്പിരിറ്റ് എന്നും പറയാറുണ്ട്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉപയോഗിച്ചാണ് വ്യാവസായികമായി മെഥനോൾ നിർമ്മിക്കുന്നത്. ഇതൊരു വിഷപദാർത്ഥമാണ്. പെയിന്റ്, വാർണിഷ് എന്നിവയുടെ നിർമ്മാണത്തിനും ഫോർമാൽഡിഹൈഡ് ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഫോർമാൽഡിഹൈഡിന്റെ 40% ലായനിയാണ് ഫോർമാലിൻ. രണ്ടാമത്തേത് എഥനോൾ, അതായത് CH3CH2OH. ഇതും വ്യാവസായികമായി പ്രാധാന്യമുള്ള ഒരു ആൽക്കഹോളാണ്. കരിമ്പിൽ നിന്ന് പഞ്ചസാര വേർതിരിച്ച ശേഷം കിട്ടുന്ന മൊളാസസ് എന്ന പഞ്ചസാര ലായനിയിൽ ഈസ്റ്റ് ചേർത്ത് പൊളിപ്പിച്ചാണ് എഥനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ്, സൈമേസ് എന്നീ എൻസൈമുകളാണ് ഈ പ്രവർത്തനത്തെ സഹായിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന 8 മുതൽ 10% എഥനോളിനെയാണ് വാഷ് എന്ന് പറയുന്നത്. വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി ശുദ്ധീകരിച്ചു കിട്ടുന്ന 96.6% എഥനോളാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. 100% ശുദ്ധമായ എഥനോളിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നും പറയുന്നു. പെട്രോളിനോടൊപ്പം അബ്സല്യൂട്ട് ആൽക്കഹോൾ ചേർത്തുണ്ടാക്കുന്ന മിശ്രിതമാണ് പവർ ആൽക്കഹോൾ. ഇത് വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. എഥനോൾ മദ്യമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ അതിൽ മെഥനോൾ പോലുള്ള വിഷപദാർത്ഥങ്ങൾ ചേർക്കാറുണ്ട്. ഇതിനെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറുകളിലെ പ്രധാന ഘടകം എഥനോളാണ്. കൂടാതെ മരുന്നുകളിൽ, പെയിന്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിനും ഇത് ഉപയോഗിക്കുന്നു. എഥനോയിക് ആസിഡ് CH3COOH. ഇതിന്റെ മറ്റൊരു പേരാണ് അസറ്റിക് ആസിഡ്. മെഥനോളും കാർബൺ മോണോക്സൈഡും ഉപയോഗിച്ചാണ് വ്യാവസായികമായി ഇത് നിർമ്മിക്കുന്നത്. എഥനോളിനെ പൊളിപ്പിച്ച് കിട്ടുന്ന 5 മുതൽ 8% വീര്യമുള്ള എഥനോയിക് ആസിഡിന്റെ ലായനിയാണ് നമ്മൾ ഫുഡിൽ ഉപയോഗിക്കുന്ന വിനാഗിരി, അതായത് വിനെഗർ എന്ന് പറയുന്നത്. എസ്റ്ററുകൾ. പൂക്കൾക്കും പഴങ്ങൾക്കുമൊക്കെ നല്ല മണമില്ലേ? വാഴപ്പഴം, പൈനാപ്പിൾ, ഓറഞ്ച്, മുല്ലപ്പൂ, ഈ മണങ്ങൾക്കൊക്കെ കാരണം എസ്റ്ററുകൾ എന്ന ഒരു കൂട്ടം ഓർഗാനിക് സംയുക്തങ്ങളാണ്. കൊള്ളാമല്ലേ? ആൽക്കഹോളുകളും കാർബോക്സിലിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് എസ്റ്ററുകൾ ഉണ്ടാകുന്നത്. ഈ പ്രവർത്തനത്തെ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് എഥനോയിക് ആസിഡും എഥനോളും പ്രവർത്തിക്കുമ്പോൾ ഇഥൈൽ എഥനോയേറ്റ് എന്ന എസ്റ്റർ ഉണ്ടാകുന്നു. ഇവയ്ക്ക് നല്ല മണമുള്ളതുകൊണ്ട് പെർഫ്യൂമുകളും കൃത്രിമ ജ്യൂസുകളും എന്നിവയുടെ നിർമ്മാണത്തിനും എസ്റ്ററുകൾ ഉപയോഗിക്കുന്നു. അവസാനമായി മരുന്നുകളെക്കുറിച്ചുകൂടി പറയാം. പാരസിറ്റമോൾ, ആസ്പിരിൻ, പെനിസിലിൻ, ഡെറ്റോൾ ഇവയെല്ലാം കെമിസ്ട്രിയുടെ സംഭാവനകളാണ്. വേദന കുറയ്ക്കുന്നവയെ അനാൽജസിക് എന്നും പനി കുറയ്ക്കുന്നവയെ ആന്റിപൈററ്റിക് എന്നും പറയുന്നു. പാരസിറ്റമോൾ ഈ 2 വിഭാഗത്തിലും പെടുന്നു. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.